ശ്രീ സുമേഷ് അച്യുതൻ. സർ, കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിലെ നെൽകൃഷിയുടെ ഹൃദയഭൂമിയായ ചിറ്റൂരിനെ പ്രതിനിധീകരിച്ച് ഈ സഭയിൽ സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയ ചിറ്റൂരിലെ കർഷകർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർ, നെൽകൃഷി ഉപജീവനമാർഗമാക്കിയ കുടുംബത്തിൽ 12 മക്കളിൽ ഒരാളായി പിറന്ന് 20 വർഷക്കാലം ഈ സഭയിൽ കർഷകരുടെ ശബ്ദമായി പ്രവർത്തിച്ച കെ അച്യുതൻ്റെ മകനാണ് സാർ ഞാൻ. എന്നാൽ ഇപ്പോൾ ഒരു 4 അംഗ കുടുംബത്തിന് പോലും മറ്റെന്തെങ്കിലും വരുമാനമില്ലാതെ നെൽകൃഷിയെ മാത്രം ഉപജീവനമാർഗം ആക്കാൻ കഴിയാത്ത സ്ഥിതിയായി സാർ. അതിനാൽ കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ ഉത്തരവാദിത്തോടുകൂടിയാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. നമ്മുടെ കർഷകർ വിയർപ്പൊഴുക്കി ഉൽപ്പാദിപ്പിച്ച് നെല്ല് സപ്ലൈകോ സംഭരിച്ച ശേഷം അതിൻ്റെ വില യഥാക്രമം നൽകാത്തതിനാൽ കർഷകർ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വിളയിറക്കാൻ കഴിഞ്ഞത്. പലരും കൃഷി തന്നെ ഉപേക്ഷിച്ചു. UDF അധികാരത്തിലേറിയ ഉടൻ നെല്ലുവില നൽകുന്നതിലെ തടസ്സങ്ങൾ നീക്കി ഒരു താൽക്കാലിക പരിഹാരമുണ്ടാക്കിയത് പാലക്കാടിലെ കർഷകർക്ക് വലിയ ആശ്വാസമാണ്. കേന്ദ്രം നെല്ലുവില കൂട്ടുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനം കുറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അടുത്ത സീസൺ മുതൽ കർഷകൻ്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവൻ്റെ അധ്വാനത്തിന് ഉയർന്ന പ്രതിഫലം ലഭിക്കണം. അത് കിലോയ്ക്ക് ഒരു 35 രൂപയെങ്കിലും ആക്കി കിട്ടിയാലേ നെൽകർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് അരിയാക്കി തിരിച്ചു നൽകുകയാണ് മില്ലുടമകളുടെ ചുമതല. പാലക്കാടൻ മട്ടയ്ക്ക് ഇന്ന് ദേശീയ അന്തർദേശീയ തലത്തിൽ വലിയ മൂല്യമുണ്ട്. പാലക്കാട്ടിൽ നിന്ന് ഉമ, ജ്യോതി, കാഞ്ചന എന്നീ മട്ടനെല്ലുകൾ സംഭരിച്ച് ഉയർന്ന വിലയ്ക്ക് വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുകയും പകരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മട്ടയരി സപ്ലൈകോയ്ക്ക് തിരിച്ചു നൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളനെല്ല് സംഭരിക്കുമ്പോൾ കിൻഡലിന് 2 കിലോയും 3 കിലോയും വരെ കുറച്ചാണ് അളവ് വയ്ക്കുന്നതെന്ന പരാതിയുണ്ട്. ഇത് പരിശോധിച്ച് അത്തരത്തിലുള്ള മില്ലുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടിയുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിവേചനങ്ങൾ അവസാനിപ്പിക്കുകയും കർഷകരുടെ അധ്വാനത്തിന് ന്യായമായ പ്രതിഫലം ഉറപ്പാക്കുകയും വേണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ അത് പരിഹരിക്കപ്പെട്ട് അവിടെ സംഭരണം ഇപ്പോൾ നടന്നു വരികയാണ്. രാവിലെ ചോദ്യോത്തരത്തിൽ പറഞ്ഞതുപോലെ പാക്സ് മുഖേന കർഷകർക്ക് PRS വായ്പ പദ്ധതി വഴി സംഭരണ വില ലഭ്യമാക്കുന്ന നടപടികൾ അതിന് സർക്കാർ അനുമതി നൽകുകയും അന്നത്തെ സന്ദർഭത്തിൽ ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരത്തിന് വിധേയമായിട്ടാണ് 20/2/2026 സപ്ലൈകോ ബന്ധപ്പെട്ട കാർഷിക സഹകരണ സംഘങ്ങളും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ച് പദ്ധതി നടപ്പിലാക്കിയത്. ഇതുവഴി സർക്കാരിന് അധിക സാമ്പത്തിക ബാധ ഉണ്ടാകാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഉത്തരവിൽ നിർദ്ദേശിച്ചു. എന്നാൽ സംഭരണ സീസൺ ആരംഭിച്ചതിന് ശേഷം പാക്സുകൾ ഉൾപ്പെടുത്താനുള്ള തീരുമാനം നടപ്പിലാക്കപ്പെട്ടു. അത് 2 മാസത്തോളം പാലക്കാട് ജില്ലയിൽ സംഭരണം വൈകുന്നതിനിടയാക്കി. ഇതിനോടകം ആ വിഷയങ്ങൾ ഇപ്പോൾ പരിഹരിച്ചു. പാക്സുകളെ ഒഴിവാക്കി അത് SBI, കാനറ ബാങ്ക് കൺസോർഷ്യത്തെ ഏൽപ്പിക്കുകയും ഒപ്പം തന്നെ 1100 കോടി രൂപ എന്നത് 1600 കോടിയായി എൻഹാൻസ് ചെയ്യുകയും അതിൻ്റെ കാലാവധി നീട്ടി കൊടുക്കുകയുണ്ടായി. അതനുസരിച്ച് ഇപ്പോൾ കർഷകർക്ക് തുക നൽകി വരികയാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ 217 കോടി രൂപ കർഷകരുടെ തുക വിതരണം ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ. ഒപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കൃഷി ഓഫീസർമാർ മുഖേന കൃഷിഭവൻ വഴി കർഷകർക്ക് നൽകിയിട്ടുണ്ട്. പിന്നീട് ഇവിടെ സൂചിപ്പിച്ച ഈ വെള്ള നിറത്തിലുള്ള നെല്ല് സ്വീകരിക്കുന്നതിൽ വിമുക്തത കാണിക്കുന്ന വിഷയം അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഇനങ്ങൾക്ക് കിഴിവ് കണക്കാക്കണമെന്ന് കർഷകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പം ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സംഭരണം നടത്തുന്നത്. ഇന സ്വഭാവവും കാലാവസ്ഥാ സാഹചര്യങ്ങളും പ്രത്യേകിച്ച് ഗ്രെയിൻ ഫില്ലിംഗ് ഘട്ടത്തിൽ ഉയർന്ന താപനിലയ്ക്ക് വിധേയമാകുന്നത് മൂലം കുറഞ്ഞ തൂക്കം കാണിക്കുന്നതായി ഫീൽഡിൽ നിന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 18/6/2025 സർക്കാർ ഉത്തരവ് പ്രകാരം 2024-25 രണ്ടാം വിള മുതൽ വെള്ളയിനം കൃഷി ചെയ്ത പാടങ്ങളും ചുവന്ന ഇനങ്ങൾ കൃഷി ചെയ്ത പാടങ്ങളും പ്രത്യേകം രേഖപ്പെടുത്തി 2 ഇനം പാടങ്ങളിൽ നിന്നും തുല്യതോതിൽ നെല്ല് സംഭരിക്കുന്ന വിധത്തിൽ മില്ല് അലോട്ട്മെൻറ്റ് പോർട്ടൽ മുഖേന കാര്യക്ഷമമായി ചെയ്തു വരുന്നുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച പ്രസ്തുത ഫീൽഡിൽ നിന്നും നെല്ല് സംഭരിക്കാതെ പിന്മാറുന്ന മില്ലുകളിൽ നിന്നും പിഴ ഈടാക്കുന്നതിനുള്ള നടപടികൾ നടപ്പ് സീസൺ മുതൽ സ്വീകരിച്ചു വരുന്നു. നടപ്പ് സീസണിൽ പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണം തുടർന്നു വരികയാണ്. ഇവയ്ക്കെല്ലാം മില്ല് അലോട്ട്മെൻറ്റ് പൂർത്തീകരിച്ചിട്ടുമുണ്ട്. സംഭരണ വില വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പൊതുവായ രീതിയിൽ പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും.